ഹായ്, ടേസ്റ്റ് ഓഫ് യുവർ ചോയ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ്. അതും ചക്ക കൊണ്ടൊരു ഐസ്ക്രീം. നല്ല സൂപ്പർ ടേസ്റ്റിൽ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, വീഡിയോ ഫുള്ളായിട്ട് കാണണം. അപ്പം ഈ ചക്ക ഐസ്ക്രീം ഇപ്പം ചക്കയുടെ സീസണൊക്കെ ആയ സമയത്ത് എല്ലാവർക്കും തയ്യാറാക്കി നോക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഐസ്ക്രീമിന് വേണ്ടി നമുക്ക് ആദ്യം തന്നെ വേണ്ടിയത് ചക്കയാണ്. നല്ല വരിക്കച്ചക്ക, മധുരമുള്ള വരിക്കച്ചക്കയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ഒരു 2-3 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഒരു പാത്രം നിറച്ച് എടുത്തിട്ടുണ്ട്. ഇതിപ്പം ചക്കയുടെയൊക്കെ ഒരു ടേസ്റ്റ് ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ എന്തായാലും 2 ടൈപ്പ് ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് ഈ വീഡിയോയിൽ ഞാനിപ്പോൾ ഒരു ടൈപ്പ് ഐസ്ക്രീം ഉണ്ടാക്കുന്നതും മറ്റൊരു വീഡിയോ ആയിട്ടാണ് വേറെ ഐസ്ക്രീം ഉണ്ടാക്കുന്നത് ചെയ്യുന്നത്. അപ്പോൾ ഇത് 2 ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നതാണ്. ഇത് നമ്മളൊന്ന് വേവിക്കണം ആദ്യം. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു തവയിൽ ചക്ക മൊത്തത്തിലിട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മളൊന്ന് വേവിച്ചതിന് ശേഷം ഇത് മിക്സിയിലിട്ട് അടിച്ചതിൻ്റെ പൾപ്പാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചൊന്ന് കുറയും. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഉരുകി വരുമ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ചക്കയ്ക്ക് എന്തായാലും അത്യാവശ്യം നല്ല മധുരമുണ്ട്. എന്നാലും ഐസ്ക്രീം ഉണ്ടാക്കുന്ന ടൈമിൽ കുറച്ച് മധുരം ഇരിക്കുന്നത് നല്ലതാണ്. ഇതിനിപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതിനകത്തൊന്ന് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങും, പഞ്ചസാരയൊക്കെ ഇട്ടുകൊണ്ട്. നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ചെറുതായിട്ട് ആ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പോൾ സൈഡിൽ നിന്നൊക്കെ ചെറിയതായിട്ട് വെള്ളം പോലെ വരുന്നുണ്ട്. ഇപ്പോൾ ചക്കയുടെ ആ മധുരവും എല്ലാം കൂടാണ് ഇതിനകത്ത് കിടന്ന് ഇത് വെന്തോളും നന്നായിട്ട്. അപ്പോൾ ഇനി ഇതൊരു 5-10 മിനിറ്റും കൂടി നമുക്കിതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കണം. ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കുമ്പം ചക്കയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലായാൽ മതി. ഇപ്പോൾ ഇത് ഒരു മൊരിഞ്ഞൊരു ടേസ്റ്റ്, അതൊരു ചക്ക ഹൽവ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റിലാണ്, ഒരു മണവും ടേസ്റ്റൊക്കെയാണ് ഇപ്പോൾ ഇതിന്. അപ്പോൾ ഇത് നമുക്കൊന്ന് ആറാൻ വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കാം. അതിന് ശേഷം ആറിയതിന് ശേഷം നമുക്കിത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഇത് ആറുന്ന സമയത്ത് നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം വെച്ചിട്ടും പാൽ വെച്ചിട്ടുമാണ് ഞാൻ ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ആദ്യം നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണ് ചെയ്യുന്നത്. വിപ്പിംഗ് ക്രീം 1 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. കേക്കിനൊക്കെ ഐസിങ് ചെയ്യുന്ന രീതിയിൽ അത്രയും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും ഒന്ന് നന്നായിട്ട് പതഞ്ഞ് വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഹൈ സ്പീഡിലിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ഏകദേശം ഒന്ന് ബീറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വിപ്പിംഗ് ക്രീമിന് അത്യാവശ്യം നല്ല മധുരമുണ്ട്, അതുപോലെ ചക്കയ്ക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര മതിയാവും ഇതിന്. ഇപ്പോൾ ഇനി ഇത് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം, പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റാവാൻ വേണ്ടി. ഈ ഒരു സമയത്ത് തന്നെ നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ചക്ക ആയതുകൊണ്ട് തന്നെ വാനില എസൻസിൻ്റെ ടേസ്റ്റ് ഒന്നും പ്രത്യേകം അറിയാനൊന്നുമില്ല. എന്നാലും ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം ചേർത്ത് കൊടുത്തേ ഉള്ളൂ. അങ്ങനെ വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇതേപോലെ ഞാൻ വേവിച്ച് ആറിയതിന് ശേഷം മിക്സിയിലിട്ട് നന്നായി അരച്ചെടുത്താണിത്. ഇതിൻ്റെ പകുതി പോർഷൻ മാത്രമേ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. ബാക്കി നമ്മൾ പാലുകൊണ്ട് ഐസ്ക്രീം ഉണ്ടാക്കുന്ന സമയത്ത് ചേർക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് നമുക്ക് പകുതി മറ്റേ വിപ്പിംഗ് ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ വിപ്പിംഗ് ക്രീമിലേക്ക് ചേർത്തിട്ട് ഇനി ഒരു തവി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ബീറ്റ് ചെയ്യണമെങ്കിൽ ബീറ്റ് ചെയ്തെടുക്കാം. ഞാനെന്തായാലും ഒരു തവി വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ വിപ്പിംഗ് ക്രീമും ചക്കയുടെ ആ ഒരു പൾപ്പും കൂടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊരു എയർ ടൈറ്റായിട്ടുള്ള ഒരു ടിന്നിലേക്ക്, ഐസ്ക്രീമിൻ്റെ പഴയ ഡപ്പയൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാനിത് മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് മൊത്തത്തിലൊന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ പാത്രത്തിലേക്ക് മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ അടപ്പെന്ന് പറയുന്നത് നല്ല എയർ ടൈറ്റായിട്ടുള്ള അടപ്പ് വേണം നമ്മൾ ഇതിന് അടച്ചു കൊടുക്കാൻ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് മുകളിൽ വെച്ചതിന് ശേഷം അടപ്പ് വെച്ച് അടയ്ക്കുക. ഇനി ഇത് ഒരു 8 മണിക്കൂർ മിനിമം ഫ്രീസറിൽ വെക്കണം.
ഇപ്പോൾ ഇത് ഞാൻ ഒരു നൈറ്റ് മുഴുവനായിട്ട് ഫ്രീസറിൽ വെച്ചതാണ്. ഇതിപ്പം നല്ല തണുപ്പോടുകൂടി ഇരിക്കുകയാണ്. ഒരു 5 മിനിറ്റ് പുറത്തെടുത്ത് വെച്ചതാണ്. അതിനുശേഷം നമുക്കിതൊന്ന് നോക്കാം. ഇതിപ്പോൾ നല്ല നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഐസ്ക്രീമിൻ്റെ അതേ ടെക്സ്ചറിലാണ് വന്നിരിക്കുന്നത്. നമുക്കിതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇതേപോലൊരു തവി വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് എടുത്തു കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് വെളിയിൽ വെച്ചതിന് ശേഷം വേണം നമ്മൾ ഇതുപോലെ സ്കൂപ്പ് ചെയ്തെടുക്കാൻ. ഇപ്പം നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, നല്ല ഒരു നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഐസ്ക്രീമിൻ്റെ അതേ ടെക്സ്ചറിൽ തന്നെയാണ്. അപ്പം ചക്കയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പറായിട്ടുള്ളൊരു ഐസ്ക്രീമാണിത്. അപ്പം ഇതേപോലെ തന്നെ ഈ ചക്ക കൊണ്ട് തന്നെ ഞാൻ പാൽ വെച്ചിട്ടുള്ളൊരു ഐസ്ക്രീം ഇത് നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡിൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും കാണണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ.